നമസ്കാരം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവും സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് ആണ് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കലുഷിതമായ ചർച്ചകൾ നടക്കുന്നത്. ഇന്റർ ചർച്ച് കൗൺസിലിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടുകളും ഏറെ സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്തിനായാലും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, അതായത് പ്രവേശനത്തോടനുബന്ധിച്ച് ഇന്റർ ചർച്ച് കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ സാമൂഹ്യനീതിക്ക് നിരക്കുന്നതാണ് എന്നാണ് ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. ഇപ്പോൾ നമ്മോടൊപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ നിലപാടുകൾ വിശദീകരിക്കുന്നു. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ സാമൂഹ്യനീതിയെ ഉല്ലംഘിക്കുന്നതാണോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷന്റെ കീഴിലുള്ള കോളേജുകളുടെ നിലപാടുകൾ? തീർച്ചയായിട്ടുമല്ല. സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ കേരള ക്രിസ്ത്യൻ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെന്റ് ഫെഡറേഷൻ മനസ്സിലാക്കുന്നതും പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മെറിറ്റിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളിൽ പാവപ്പെട്ടവർക്ക് സഹായം കൊടുത്ത് പഠിപ്പിക്കുക എന്നതാണ്. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന സ്ഥിതി, ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് മെറിറ്റ് ഉണ്ടായാലും മെറിറ്റ് മാത്രമല്ല അവിടുത്തെ ഒരു ക്രൈറ്റീരിയൻ, പണമുള്ളവർക്കും മെറിറ്റിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതിനോട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷന് യോജിപ്പില്ല. കാരണം പാവപ്പെട്ടവർക്ക് മാത്രമാണ് സഹായം ആവശ്യം. ഇവിടെ ധനിക കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ടെസ്റ്റിൽ റാങ്ക് കിട്ടിയാൽ ആ കുട്ടിയെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കേണ്ടതായ ചുമതല ഗവൺമെൻറ്റിനില്ല, മാനേജ്മെൻറ്റുകൾക്ക് ഒട്ടുമില്ല. കാരണം അവർക്ക് കൃത്യമായ ഫീസ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് സാമൂഹ്യ നീതി എന്താണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് അതിനൊരു പരിഹാരം ആദ്യമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതെല്ലാം അൺഎയ്ഡഡ് കോളേജുകളാണ്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ പരിയാരത്ത് 10 കോടി രൂപ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് അവിടെ സാമൂഹികം നടത്താനായിട്ട്. ഇതെല്ലാം അൺഎയ്ഡഡ് കോളേജ് ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ സോഴ്സ് ഒന്നുമില്ല. വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസ് കൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അതാണ് സെൽഫ് ഫൈനാൻസിങ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ.